ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡിൽ നിന്ന് ഇവരിത് തരില്ല, ഇവരോട് ചോദിച്ചാൽ ഒരു ചൂടാവും. ഇപ്പൊ 100 പേരോട് ചോദിച്ചാൽ ഒരു 80 പേരും തന്നിട്ടുണ്ടാവും, 20 പേര് ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. നമ്മളെ മനസ്സിൽ കിടക്കുന്നത് 20 പേരാണ്. ഇവരാരും തരില്ല, തന്നാൽ ചോദിച്ചാൽ ചൂടാവും, ഇതൊക്കെയാണ് നമ്മുടെ അടുത്തുള്ളത്. എന്നാൽ മെജോറിറ്റി നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഇത് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ ഞാൻ ഈ ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ ഫോളോ ചെയ്തുകൊണ്ട് ദിവസം മെസ്സേജസ് വരുമോ, എനിക്ക് ഓഫേഴ്സ് വരും, നമ്മൾ പല കാര്യങ്ങളുടെ ഇടയിലേക്ക് അതിന്റെ ഓഫർ, എനിക്ക് കോള് വരുമോ, ഇങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് ചില കസ്റ്റമേഴ്സ് തരാത്തതുണ്ടാവും. പക്ഷെ നമ്മളൊക്കെ സംബന്ധിച്ച് നമ്മളൊരു ഷോപ്പിൽ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിന്റെ നമ്പേഴ്സ് നമുക്ക് തരാൻ അവർ മടിക്കില്ല. അവിടെ നിന്ന് ഇങ്ങനെ വന്നാലും ഒരു ഫ്രണ്ട്ലി ടോക്ക് ഒക്കെ ഉണ്ടാവുള്ളൂ, അല്ലാതെ മറ്റുള്ള ഇതിലേക്കൊന്നും കൊണ്ടുപോകാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നമുക്കൊക്കെ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ക്വാളിറ്റി ആയിട്ട് അസോസിയേറ്റഡ് ആണ്. ക്വാളിറ്റി ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇവർ ഈ ഫിയർ ഫാക്ടർ അവിടെ കത്തുന്നത്. അപ്പൊ നമ്മളാണെങ്കിലും ഒരാൾ വന്നിട്ട് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ പേരും നമ്പറും എടുക്കും. നമ്പർ തെറ്റിച്ച് പറയാനുള്ള സാധ്യത കൂടുതലാണ്, കാരണം വേറെ വെരിഫിക്കേഷൻ ഒന്നുമില്ല. നമുക്കറിയാതെ കോൾസ് പിന്നീട് ഒരുപാട്, അത് നമ്മൾ ഇൻഡസ്ട്രി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ശീലമാണത്. ടെലികോം റെഗുലേറ്ററി ആക്ട് പ്രകാരം ഇപ്പോൾ ഒരുപാട് ടെലികോം അധികൃതർ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് കോൾസിലും. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു ബൈക്ക് ഓടിക്കുന്ന സമയത്ത്, ചിലപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും കോൾസ് വരുന്നത്. അങ്ങനെ ഒരുപാട് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന സംഭവങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഇന്നിപ്പം DND ആക്ടിവിറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇത് ക്വാളിറ്റിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആളുകൾ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു ഷോപ്പ് കീപ്പർ ആയിട്ടല്ല, ഞാനൊരു കൺസൾട്ടന്റ് ആയിട്ട് ഒരാളോട് കണ്ട് ഞാൻ അയാളുടെ നമ്പർ വാങ്ങിക്കുമ്പോൾ ആ കസ്റ്റമർക്ക് തോന്നണം ഇവൻ കാര്യമില്ലാതെ എനിക്ക് ഉപകാരമുള്ള ഒരു സംഭവത്തിനല്ലാതെ ഇവൻ എന്നെ വിളിക്കില്ല എന്നുള്ള ട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്പർ തരും. അവർ നമ്പർ തരും. പിന്നെ നമ്മളെ പോലത്തെ ആളുകൾക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ വിൽക്കുന്നത് ചിലപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങളായിരിക്കും, അതിന് വാറണ്ടി, അത് ചിലപ്പോൾ അടുത്ത സർവീസുകൾ നമുക്ക് കൃത്യമായി അവർ റിമൈൻഡേഴ്സ് വരും. പിന്നെ അവർക്ക് കൊടുക്കുന്ന ചില ഓഫേഴ്സുകൾ, അതായത് ആ വാങ്ങിച്ച സാധനത്തിന് തന്നെ ചിലപ്പോൾ നമ്മൾ മന്ത്ലി സർവീസുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അതിനൊക്കെ നമുക്ക് അവരുടെ ഇതുപോലുള്ള നമ്പേഴ്സും ഇമെയിൽസും ഒക്കെ ആവശ്യമാണ്. അത് തന്നെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി. പിന്നെ ഞാനൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കാം, ഇപ്പോൾ ഒരേ പേര് തന്നെ പല ആളുകൾക്കും ഉണ്ടാവും. ഇപ്പൊ മുഹമ്മദ് എന്നുള്ളൊരു പേര് ഇഷ്ടംപോലെ ആളുകൾക്കുണ്ട്, അഹമ്മദ് ഒരുപാട് പേർക്കുണ്ട്. നമുക്ക് അപ്പൊ ഇവരുടെ പേര് ഒരു സേവ് ചെയ്യുന്നത് ഇത്ര വലിയ ഗുണം ചെയ്യില്ല. കാരണം മുഹമ്മദ് അടിക്കുമ്പോൾ ഒരുപാട് മുഹമ്മദ് എന്ന് വരും. നേരെ അദ്ദേഹത്തിന്റെ ഒരു ടെലിഫോൺ നമ്പറാണ് എങ്കിൽ ഈ നമ്പർ യൂണിക്കാണ്. ഇയാളെ നമുക്ക് കൃത്യമായി എത്ര ഫോൺ വാങ്ങി, എന്തൊക്കെ ചെയ്തു, ഇതൊക്കെ കൃത്യമായി എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ കിട്ടും. അപ്പൊ ഇതുപോലെ കസ്റ്റമേഴ്സ് നെയിമിനൊക്കെ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ടെലിഫോൺ നമ്പേഴ്സാണ്. അപ്പൊ ഇന്ന് അതൊക്കെ കൊടുക്കണം, അത് കിട്ടണം, അത് നമ്മുടെ കമ്പനികളുടെ ഡാറ്റയിൽ കൃത്യമായി സൂക്ഷിക്കണം വേണം. അപ്പൊ ഇത് നിർബന്ധം തന്നെയാണ്. അത് നമുക്ക് നിർബന്ധ ഘട്ടത്തിലേക്ക് മാറിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കസ്റ്റമേഴ്സ് നല്ല ചോദ്യങ്ങളാവാം, ചോദ്യം ചെയ്യലാവരുതെന്നുള്ളതാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സത്യത്തിൽ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാം. ഒരു കസ്റ്റമർ പലപ്പോഴും നമ്മളടുത്തോട്ട് വാങ്ങിക്കാൻ വരുമ്പോൾ കുറച്ചൊക്കെ പഠനം നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ എല്ലാ സോഴ്സും ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, വില അറിയാം, പല താരതമ്യം ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ കസ്റ്റമർ 95% കാര്യങ്ങളും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. ബാക്കി ഒരു 5% അവർക്ക് അറിയാൻ കിടപ്പുള്ളൂ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ, നമ്മൾ അവരോട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സംസാരിക്കുന്നുണ്ടെങ്കിൽ 25 മിനിറ്റും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഈ 5%, ബാക്കി ആ 5 മിനിറ്റ് മാത്രമേ അവർക്ക് ആ ബാക്കിയുള്ള 95% നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുള്ളൂ. അവർക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും 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 അവരോട് സംസാരിച്ചാൽ അവർക്ക് ബോറടിക്കും. അപ്പൊ ഇത് അറിയണം, നമുക്ക് അറിയണമെങ്കിൽ നല്ല ചോദ്യങ്ങൾ. ഇവിടെ എന്താ അറിയോ, ചിലപ്പോ ഞാനൊക്കെ ഒരു മൊബൈൽ ഫോൺ ബിസിനസ്സുമായിട്ട് നിൽക്കുന്ന ആളായിരുന്നു പറയുന്നത്. ഇപ്പൊ മൊബൈൽ ഫോണിനെ കുറിച്ച് എല്ലാവർക്കും അറിയാന്നാണ് എന്റെ ഷോപ്പിൽ നിൽക്കുന്ന എന്റെ സെയിൽസ്മാന്റെ ധാരണ. കാരണം അവൻ ദിവസവും മൊബൈലാണ് കൈകാര്യം ചെയ്യുന്നത്, അവൻ ദിവസവും അതാണ്. പക്ഷെ വരുന്ന ഒരുത്തനും ഇതുപോലെ ആയിരിക്കും അവൻ ചിന്തിക്കാം, മൊബൈൽ ഫോണല്ലേ എല്ലാവർക്കും അറിയാം. പക്ഷെ എത്രയോ സിമ്പിൾ ആയ കാര്യങ്ങൾ ചില സമയത്ത് കസ്റ്റമറിന് കേൾക്കാം, ഇതിങ്ങനെയാണോ അവർക്കൊന്നും അറിയില്ല. നമ്മൾ ഇതേ തിരിച്ചൊരു ഉണ്ട് എന്ന് പറയുന്നത്. ചിലപ്പോ നമ്മളങ്ങ് വിചാരിക്കുന്നതൊക്കെ അവൻ അറിയില്ലേ, നമ്മൾ വിട്ടിട്ടേ കാരണം പിന്നെ വിളിച്ചു വെക്കും, ഇതെന്താ എന്നോട് പറയാൻ, ഇതിങ്ങനെ പ്രോബ്ലം. അതുകൊണ്ടാണ് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതിലൊക്കെ നമ്മൾ ഒന്നും ലാസ്റ്റ് അല്ല, നമ്മൾ ഓരോന്ന് പറയുന്നതും ഇവ എവിടെ പറഞ്ഞതും ലാസ്റ്റ് അല്ല. ഇതിനൊക്കെ എന്തുണ്ട്, വേറൊരു മറുപുറം കൂടെ ഉണ്ട്. ഒരുപാട് പേർക്ക് പലതും അറിയാത്തതുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, ചോദിക്കണം, ക്രിയേറ്റ് ചെയ്യണം. ഇതൊക്കെ ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സെയിൽസ്മാൻമാരെ പറയും, എങ്ങനെ ഒന്ന് ഈ ചോദ്യം പിന്നെ അടുത്ത ചോദ്യം, നമ്മളിതൊക്കെ എഴുതി കൊടുത്താൽ ഇത് എങ്ങനെ ചോദിക്കണം, നമ്മളെ സംസാരത്തിന്റെ ഇടയിൽ വേറെ ഇടക്കൂടെ കയറ്റണം. അത് ഇങ്ങനെ തന്നെ ചോദിക്കണം എന്നൊന്നുമില്ല. ഇതൊക്കെയാണ് ഈ സെയിൽസ്മാന്റെ ക്വാളിറ്റി. ഇതെല്ലാം നമുക്ക് വേണ്ട എല്ലാ ഡാറ്റാസും അദ്ദേഹത്തിനോട് പല പ്രാവശ്യങ്ങളിലായിട്ട് ചോദിക്കണം. അദ്ദേഹം എന്ത് ജോലിയാണ് ചെയ്യുന്നത് ചോദിക്കണം. എൻ്റെ ആ സ്ലിപ്പിൽ അതുണ്ട്, അദ്ദേഹം എന്ത് ജോലി ചെയ്യുന്നു, എവിടെയാണ് അദ്ദേഹത്തിന്റെ ജോലി, ഇതൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയാം. ഇതറിഞ്ഞാല് അദ്ദേഹത്തിന് ഞാൻ വിൽക്കുന്ന ഈ ഇലക്ട്രോണിക്സ് സാധനം അദ്ദേഹത്തിന് ഉപകാരപ്പെടും. ഇദ്ദേഹം ചോദിച്ചു വന്ന സാധനം ചിലപ്പോൾ അദ്ദേഹത്തിന് ഉപകാരപ്പെടുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. അവർ പറഞ്ഞൊരു സാധനം കൊടുക്കാനാണെങ്കിൽ
പിന്നെ നമ്മുടെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല, അവർക്ക് അത് ഇവിടെ വരേണ്ട അത് ആവശ്യമില്ല. പല ആളുകളുടെ അടുത്തുനിന്ന് കിട്ടും. അതെ, അവരിപ്പോ ഒരു നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയാം എനിക്ക് പനിയാണ്, എനിക്ക് പാരസെറ്റമോൾ എഴുതണം എന്ന് പറഞ്ഞാൽ ഡോക്ടർ അത് എഴുതി തരും ഇല്ല. എന്ന പോലെ ഇവരത് എഴുതി കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഇവർ ഇത്തരം ഒരുപാട് കടമ്പകളിലൂടെ കടന്നു കയറിയിട്ട് അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം അദ്ദേഹത്തിന് എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ. അതെ, അപ്പൊ ഇത്തരം ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് തന്നെ. ക്വാളിറ്റി ക്വസ്റ്റ്യൻസ്. അടുത്തത് കസ്റ്റമറോട് നമ്മൾ നല്ല ചോദ്യങ്ങൾ ചോദിച്ചു, കസ്റ്റമറുടെ റിക്വയർമെന്റ് നമ്മൾ മനസ്സിലാക്കി, മനസ്സിലാക്കി നമ്മൾ അവർക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പോകണം അല്ലേ. അതെ, എടുക്കുന്ന പ്രൊഡക്റ്റ് കെയറോട് കൂടിയല്ല നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക? ഞാനിന്ന് സംതിങ് ഡിഫറെന്റ് അല്ലെ, നമുക്കൊരു ഡിഫറെന്റ് ആവാൻ പറ്റണം അല്ലെ. ഒരു സാധനം ഞങ്ങൾക്ക് ഇങ്ങനെ തരാം, പല രീതിയിൽ നിങ്ങൾക്ക് തരാമല്ലോ. അതെ, കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ തരാം ചെയ്യണം. നിങ്ങൾ ഈ കെയർഫുൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇവന്റെ മനസ്സിൽ ഈ സാധനത്തിനുള്ള വില എന്ത് നമുക്കറിയില്ല. ആഗ്രഹിച്ചു വാങ്ങാൻ ആഗ്രഹിച്ചു ചില സമയങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നമ്മളെ സ്പെഷ്യൽ സാധനം നമ്മുടെ ഫോണൊക്കെ തന്നെ, ഫോൺ ബിസിനസ് ചെയ്യുന്നോണ്ട് പറയാം, മൊബൈൽ ഫോൺ കസ്റ്റമറിൽ വാങ്ങും, അവനെ എവിടെയും തൊടാതെ സ്ക്രാച്ച് ആക്കാതെയും കൊണ്ടെടുക്കുന്ന സാധനമാണ്. ഇവങ്ങ് വാങ്ങിയിട്ട് അവിടെ ടേബിളിൽ വന്നിട്ട് അപ്പുറത്ത് പോയിട്ട് കവർ തപ്പും മറ്റേ തപ്പും. ഇവന്റെ ഹൃദയം പൊട്ടുകയാണ് കവർ കാലിന്റെ മുകളിൽ കിടന്നിട്ട് അല്ലേ, ടേബിളിന്റെ മുകളിൽ കിടക്കുന്നവര് ഒരു ശ്രദ്ധയില്ലാതെ ഇടും. ശരിക്കും അവരുടെ മൈൻഡ് സെറ്റ് നടക്കും. നമ്മള് ഫോണായാലും എന്തായാലും അവർക്കൊരു മൈൻഡ് സെറ്റിൽ ഇവരെങ്ങനെയാണോ അത് കൊണ്ടു തന്നത് അതേപോലെ ആയിരിക്കണം നമ്മുടെ കയ്യിൽ സർവീസിന് വരുമ്പോൾ ആ സർവീസ് കൈയോളം അയാളെ കൺമുമ്പിലെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടും. ഇങ്ങനെയും കസ്റ്റമർ നഷ്ടപ്പെടും. ആ കസ്റ്റമറെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, എന്തൊക്കെ ഇപ്പൊ നിങ്ങളുടെ ഒരു മൊബൈൽ ഫോൺ ബിസിനസ്സിൽ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ ഇംപ്രസ് ആവും? നമ്മൾ കസ്റ്റമറെ ഇംപ്രസ് ചെയ്യാനാണ് അത്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എങ്ങനെയാവാം? എന്താണ് നിങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? അല്ല, ഞാൻ പറഞ്ഞു അത്, അതായത് കസ്റ്റമർ എങ്ങനെയാണോ അവൻ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഫോൺ ആണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏത് ഒബ്ജക്റ്റ് ആയാലും നമ്മളെ കയ്യിലേക്ക് തരുമ്പോൾ അദ്ദേഹം എങ്ങനെയാണോ അത് കൈകാര്യം ചെയ്യുന്നത് അതിനേക്കാൾ നന്നായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം. അതിനേക്കാൾ നന്നായിട്ട് അത് നല്ല കെയർഫുൾ ആണ് അതിന്. ഒരിക്കലും അവിടെ ഇവിടെ വിട്ടു പോകരുത്. അവർ തരുമ്പോ സ്ക്രാച്ച് ഇല്ലാത്തത് ഇത് ചിലവരൊക്കെ നോക്കും, തിരിച്ച് കൈ കിട്ടുമ്പോൾ ആദ്യം നോക്കുന്നത് എന്തൊക്കെ സ്ക്രാച്ച്, അത് അവരങ്ങനെ കൊണ്ടു പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ ക്വാളിറ്റി ആണ് അവിടെ നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ ഷോപ്പിന് അതിനൊരു ക്വാളിറ്റി വേണം. ഇതിനൊക്കെ ഇതൊന്നും ഇല്ലല്ലോ ചെറിയ ഷോപ്പുകളിലും ചെറിയ സ്ഥലത്തൊന്നും. ഓരോ കാര്യങ്ങളും നമുക്ക് കൃത്യമായ മാർഗരേഖ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തണം.